നിമിഷപ്രിയയുടെ മോചനത്തിനായി ഈ ഘട്ടത്തിൽ ഇടപെടാൻ പരിമിതികളുണ്ടെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ. യമനി കുടുംബം ദിയാധനം സ്വീകരിക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ പരാമർശം. കേസ് ഈ വെള്ളിയാഴ്ച പരിഗണിക്കാനായി മാറ്റി. MG മിഥുൻ വിവരങ്ങളുമായി ചേരുന്നു. മിഥുൻ, നിമിഷപ്രിയയ്ക്ക് വിധിച്ചിരിക്കുന്ന ശിക്ഷയിലേക്ക് കടക്കാൻ വലിയ താമസമില്ല, മണിക്കൂറുകളില്ല, ദിവസങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. ആ സമയത്തും കേന്ദ്രത്തിന് ഇടപെടാൻ വലിയ പരിമിതിയുണ്ട്. യമനി കുടുംബത്തിനെ നിർബന്ധിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് എന്ന് പറയുന്നിടത്ത് ഈ പ്രതീക്ഷകൾ അവസാനിക്കുന്നു എന്നുള്ള ഒരു ഘട്ടത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? ഏത് തരത്തിലാണ് സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്നത്? അപർണ, അങ്ങനെ തന്നെ കരുതേണ്ടിയിരിക്കുന്നു. കാരണം ഈ കാര്യത്തിൽ പരമാവധി കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ചെയ്യുന്നുണ്ട്. വിദേശകാര്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. പക്ഷേ അതിൽ ദിയാദനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അത് ചില പരിമിതികൾ കേന്ദ്ര സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇടപെടാനാകില്ല എന്നുകൂടി ഇത്തരത്തിൽ സുപ്രീം കോടതിയിൽ AG അറിയിക്കുകയും ചെയ്തതാണ്. ഈ പരാമർശം വന്നതിന് പിന്നാലെ ഈ വധശിക്ഷ നടപ്പാക്കിയാൽ അത് സങ്കടകരമാകുമെന്നുള്ളൊരു നിരീക്ഷണം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അതിന് പിന്നാലെ AG അറിയിച്ച പ്രധാനപ്പെട്ട കാര്യം, അതായത് ഇനി സംഭവിക്കുന്നത് നല്ലതാകട്ടെ എന്ന രീതിയിലുള്ള ചില പരാമർശങ്ങൾ മാത്രമായിരുന്നു സുപ്രീം കോടതിയെ കേന്ദ്ര സർക്കാർ അറിയിക്കുകയും ചെയ്തത്. ഇതോടെ ഒരു കാര്യം കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു, അതായത് ഇക്കാര്യത്തിൽ ഇനി കൂടുതൽ ഇടപെടലുകൾ ഉണ്ടാകില്ല കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് എന്നുള്ളത് തന്നെയാണ്. അതായത് നിലവിൽ ഈ ആക്ഷൻ കൗൺസിലും ഒപ്പം തന്നെ മനുഷ്യാവകാശ പ്രതിനിധികളും ഒക്കെ നടത്തുന്ന ആ ഒരു പ്രവർത്തനം അത് തന്നെയായിരിക്കും ഇനി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുടുംബവും രംഗത്തുണ്ട്. ഈ യമൻ പൗരന്റെ കുടുംബം ദിയാദനത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയും ചെയ്യും. അത് സ്വീകരിക്കാൻ തയ്യാറാകുമെന്നുള്ള ഒരു ഉറച്ച നിലപാടിൽ അല്ലെങ്കിൽ ഉറച്ച വിശ്വാസത്തിൽ അവർ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു ഇടപെടൽ കൂടുതൽ ശക്തമാക്കാൻ സാധിച്ചാൽ അത് ഈ കാര്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വിധി റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ സഹായകരമാകും. ഒപ്പം തന്നെ യമൻ പൗരന്റെ കുടുംബവുമായി വിദേശകാര്യ മന്ത്രാലയം സംസാരിക്കുമെന്നൊക്കെയായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ അതിലൊക്കെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നതാണ്. നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിക്കും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിനും നിരവധി തവണ കത്തുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു, അഭ്യർത്ഥനയുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ യമനിലെ വിദേശകാര്യവുമായി ബന്ധപ്പെട്ട ഉള്ള നയതന്ത്ര ചർച്ചകളിൽ കൂടുതൽ ഇടപെടാൻ ഇന്ത്യക്ക് സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. എന്തായാലും മറ്റന്നാളാണ് ഈ ശിക്ഷാവിധി ഉള്ളത്. അതായത് ഈ നിമിഷപ്രിയയുടെ മരണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അത് കൈക്കൊള്ളുന്നതിന് വേണ്ടി ജയിൽ അധികൃതർക്ക് തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. അതടക്കമുള്ള നടപടികളുമായി അവർ മുന്നോട്ട് പോവുകയെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുകയും ചെയ്യുന്നത്. അതേസമയം ഈ കേസ് പരിഗണിക്കുന്നത് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ബുധനാഴ്ച ഇത്തരത്തിൽ ശിക്ഷാവിധി നടപ്പാക്കുമ്പോൾ എങ്ങനെയാണ് കേസ് വെള്ളിയാഴ്ച പരിഗണിക്കുന്നത് എന്നടക്കമുള്ള ചില ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും കേന്ദ്ര സർക്കാരിൽ നിന്നുള്ളൊരു അനുഭാവപൂർണ്ണമായിട്ടുള്ളൊരു നടപടി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഈ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഇല്ലാതായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനിയുള്ളത് യമൻ പൗരന്റെ കുടുംബം ഇനി എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ്. നേരത്തെ ഈ യമൻ ആത്മീയ നേതാവുമായൊക്കെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാറൊക്കെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു, ഫോണിലൂടെ സംഭാഷണം നടത്തുകയും ചെയ്തിരുന്നു. ഇതിൽ എന്തെങ്കിലും തരത്തിൽ ഒരു ഇടപെടൽ നടത്താൻ സാധിക്കുമെങ്കിൽ അത് ചെയ്ത് നൽകണം. ഒരു മനുഷ്യന്റെ ജീവനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യം പരിഗണിച്ചുകൊണ്ട് കൃത്യമായ ഇടപെടൽ ഉണ്ടാകണം എന്നുള്ള നിർദ്ദേശമൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. മറ്റ് നാനാ കോണിൽ നിന്നും ഇത്തരത്തിലുള്ള ഇടപെടൽ നടക്കുന്നുണ്ട്. പക്ഷേ അതിൽ എന്ത് നിലപാട് സ്വീകരിക്കും യമൻ ഈ പൗരന്റെ കുടുംബം എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത്. ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അവർ ഇക്കാര്യത്തിൽ ഈ ദിയാദനം സ്വീകരിക്കാം, ബ്ലഡ് മണി സ്വീകരിക്കാൻ തയ്യാറാകും. അതിന് ഈ നിർണായക മണിക്കൂറുകളാണ് ഇനിയുള്ളത്. ഈ മണിക്കൂറുകളിലും അവർ അതിന് തയ്യാറാകുമെന്ന് തന്നെയാണ് അവർ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ കേന്ദ്ര സർക്കാരിൽ നിന്നൊരു പ്രതീക്ഷ അവർ വെച്ചിരുന്നുവെങ്കിൽ അതിനി ഉണ്ടാകില്ല എന്നുള്ളതാണ് കേന്ദ്രം സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. നാട് മുഴുവൻ നിമിഷപ്രിയയുടെ മോചനത്തിനായി കാത്തിരിക്കുമ്പോഴും ഇടപെടാനുള്ള പരിമിതികൾ വ്യക്തമാക്കുന്നു കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ.